ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൻ്റെ 9ാമത്തെ വീഡിയോ ആണിത്. ഇത് 11ാമത്തെ പാഠമാണ്. നമ്മുടെ ഇന്ത്യ. സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾക്ക് നൊസ്റ്റാൾജി ഉയർത്തിക്കൊണ്ടാണ് ഈ പാഠം തുടങ്ങുന്നത്. നമ്മുടെ പ്രതിജ്ഞ: ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ സ്ഥാനവും അയൽ രാജ്യങ്ങളും. ഇന്ത്യ ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഈ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതിൻ്റെ കിഴക്ക് ഭാഗം, സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. ഇന്ത്യ സംസ്ഥാനങ്ങൾ. ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ 29 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു. 2014 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം, സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണകേന്ദ്രങ്ങൾ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി. ഇവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. ഇന്ത്യയുടെ താഴെ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അവിടെ തന്നെ ശ്രീലങ്ക എന്ന രാജ്യമുണ്ട്. പിന്നെ ഇപ്പുറത്തെ അറബിക്കടൽ. ഈ അറബിക്കടലിൻ്റെ വിഭാഗത്താണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കിഴക്ക് ഭാഗത്തേക്കായിട്ട് ബംഗാൾ ഉൾക്കടലുണ്ട്. ആ ഭാഗത്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ് അറബിക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടും പടിഞ്ഞാറും കിഴക്കുമാണ്. പടിഞ്ഞാറ് ലക്ഷദ്വീപും കിഴക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവും. ഇനി നമുക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനവും നോക്കാം. ജമ്മു കാശ്മീർ, ശ്രീനഗറാണ് തലസ്ഥാനം. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സിംലയാണ്. സിംല. പഞ്ചാബിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡാണ് പഞ്ചാബിൻ്റെ തലസ്ഥാനം. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂണാണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ചണ്ഡീഗഡ് തന്നെയാണ്. ഇവിടെ ന്യൂഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം ജയ്പൂരാണ്. ജയ്പൂർ. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ആണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ. പിന്നെ ബീഹാറിൻ്റെ ബീഹാറിൻ്റെ തലസ്ഥാനം പാറ്റ്ന. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം റാഞ്ചി. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്തയാണ് പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം. ഇവിടെ സിക്കിമുണ്ട്. സിക്കിമിൻ്റെ തലസ്ഥാനം ഗ്യാങ്ടോക്കാണ് സിക്കിമിൻ്റെ തലസ്ഥാനം. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ആസാം ഉണ്ട്. ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂർ. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഈറ്റാനഗർ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശ്, അതിൻ്റെ തലസ്ഥാനം ഈറ്റാനഗറാണ്. ഇപ്പുറത്ത് നാഗാലാൻഡ് ഉണ്ട്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ്. ഇപ്പുറത്ത് മണിപ്പൂരുണ്ട്. മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ. പിന്നെ മിസോറാമിലേക്ക് പോകുമ്പോൾ മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ മിസോറാമിൻ്റെ തലസ്ഥാനമാണ്. പിന്നെ ത്രിപുരയുണ്ട്. ത്രിപുരയുടെ തലസ്ഥാനം ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല. ഇവിടെ 7 സംസ്ഥാനമാണുള്ളത്. അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ. പിന്നെ ഒഡീഷയിലേക്ക് വരുമ്പോൾ ഭുവനേശ്വറാണ് തലസ്ഥാനം. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂർ.
ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമാണ്. ജാർഖണ്ഡിൻ്റെ റാഞ്ചിയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ്. മുംബൈ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദാണ്. ഹൈദരാബാദ്. ഗോവയുടെ തലസ്ഥാനം പനാജിയാണ്. ഗോവയുടെ തലസ്ഥാനം പനാജി. കർണാടകയുടെ തലസ്ഥാനം ബംഗളൂരു ആണ്. ബംഗളൂരു. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ ആണ്. ചെന്നൈ. കേരളത്തിൻ്റെ തലസ്ഥാനം നമുക്കറിയാം തിരുവനന്തപുരമാണ്. ഇവിടെ തെലങ്കാനയുണ്ട്. തെലങ്കാന ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനങ്ങളെ കൂടാതെ പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നീ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട്. പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ഇങ്ങനെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ഭൂപ്രകൃതി. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി. ചെറുതും വലുതുമായ പർവ്വത നിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിലെ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതം, പശ്ചിമഘട്ട നിരകൾ. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത നിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വത നിരകൾ. ഈ പർവ്വത നിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പർവ്വത നിരകൾ. ഇന്ത്യയിലെ സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായൊരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഈ ഫലഭൂഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു. അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് ഈ പ്രദേശത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ഇതൊരു ഗംഗാ സമതലമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ഇന്ത്യയിലെ മരുഭൂമി. വീശിയടിക്കുന്ന കാറ്റും കൊടുംചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. താർ മരുഭൂമി രാജസ്ഥാനിലാണ്. താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. ഇന്ത്യയിലെ പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റു പ്രധാന പീഠഭൂമികൾ. ഇത് ഡക്കാൻ പീഠഭൂമിയുടെ ഒരു ചിത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റു പ്രധാന പീഠഭൂമികൾ. ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് ഗുജറാത്തിന്. ഇന്ത്യയിലെ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ദ്വീപ് സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളും. ഒരു ചിത്രം നോക്കാം. ലക്ഷദ്വീപ് ഇതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ് അറബിക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ നദികൾ. ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുവല്ലോ. ഇതിൽ മിക്ക പർവ്വത നിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി,
കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. ഇത് ഗംഗാ നദിയാണ്. അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയ നദികളാണ്. പിന്നെ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇന്ത്യ കാലാവസ്ഥ. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലമാണ് ഇന്ത്യയിലുള്ളത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ, ഇപ്പോഴത്തെ ഈ കാലഘട്ടം. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു, വേനൽക്കാലം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉഷ്ണകാലമാണ്, വേനൽക്കാലമാണ്. ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. മഴക്കാട്, ഇലപൊഴിയും കാട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ മുതലായ അനേക പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാവാത്ത സമ്പത്താണ്. പുൽപ്രദേശം, മുൾക്കാട്. നമ്മൾ ഇന്ത്യക്കാർ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ജനജീവിതത്തിലും വൈവിധ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം. ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. തമിഴ്നാട്ടിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം. ആസാമിലെ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. കേരളീയരുടെ ദേശീയോത്സവം ഓണം, തമിഴ്നാട്ടിൽ പൊങ്കൽ, ആസാമിൽ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി. സംഗ്രഹം. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും ഇപ്പോൾ 29 ഉണ്ട്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഇന്ത്യയിലെ പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ. ഇന്ത്യയിലെ പ്രധാന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. മഴക്കാട്, ഇലപൊഴിയങ്കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. മഴക്കാട്, ഇലപൊഴിയങ്കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്ക്. 5ാം ക്ലാസ് നമ്മൾ പഠിച്ചു പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലേക്ക് എടുക്കാം. അത് അടുത്തൊരു ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.